بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين سيدنا ونبينا ومولانا محمد وعلى آله وأصحابه وأتباعه إلى يوم الدين وأتباعه إلى يوم الدين. മഹാനായ ഇമാം ഗസ്സാലി റഹിമഹുള്ള സൽക്കർമ്മങ്ങളുടെയും തിന്മകളുടെയും അളവനുസരിച്ചാണ് ആഖിറത്തിൽ പദവികളോ അല്ലെങ്കിൽ താഴേക്കുള്ള അധപ്പതനത്തിൻ്റെ പടവുകളോ തീരുമാനിക്കപ്പെടുന്നത്. അതെങ്ങനെയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ആഖിറത്തിൻ്റെ കാര്യങ്ങൾ ദുന്യാവിൽ മനസ്സിലാകണമെങ്കിൽ മിസാലിലൂടെ മാത്രമേ മനസ്സിലാവുകയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു. തിൽക്കൽ അംസാലു നദ്രിബുഹാ ലിന്നാസ് വമാ യഅഖിലുഹാ ഇല്ലൽ ആലിമു. അല്ലാഹു തആല ഒരുപാട് ഉദാഹരണങ്ങൾ പറഞ്ഞു. ആ ഉദാഹരണങ്ങൾ ആർക്കേ മനസ്സിലാവുള്ളൂ? വിവരസ്ഥർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അള്ളാഹുവിൻ്റെ ഉന്നതമായ ആ സിറിലേക്ക് ചിന്ത പായിച്ച വിവരസ്ഥരായ ആൾക്കാർ, സ്വാലിഹീങ്ങൾ, സാലിക്കുകൾ, അവർക്കേ മനസ്സിലാവുള്ളൂ. പൊട്ടന്മാർക്ക് മനസ്സിലാവില്ല ഉദാഹരണം എന്നും അദ്ദേഹം പറഞ്ഞു വെച്ചു. ഹദീസിൽ വന്ന കാര്യങ്ങൾ, സ്വപ്ന വ്യാഖ്യാനം, ഇബ്നു സീരീൻ റഹ്മത്തുള്ളാഹിയുടെ സ്വപ്ന വ്യാഖ്യാനം, അദ്ദേഹം അതും പറഞ്ഞു. സ്വപ്നം കാണുന്നത് മിസാലാണ്, ആലമുൽ മിസാലാണ്. അതിൻ്റെ മഅന തഅ്വീലിലൂടെ മനസ്സിലാക്കി തരികയാണ്. അതങ്ങനെ തന്നെ ചിലപ്പോൾ സംഭവിക്കാം. അതുപോലെ തന്നെ ആഖിറത്തിൽ കബിശിനെ, ആടിനെ കോലത്തിൽ മൗത്തിനെ കൊണ്ടുവരപ്പെടും. അത് മിസാലാണ്. പക്ഷെ അത് മനസ്സിലാക്കാൻ കഴിവില്ലാത്തവർ വിചാരിക്കും, ഇതെന്തൊരു ഇടപാടാണിത്. മൗത്ത് എന്ന് പറയുന്ന അർളാണ്, ജിസ്മല്ല, സ്ഥൂല വസ്തുവല്ല, നിസ്തൂല വസ്തുവാണ്. ആ മൗത്ത് എങ്ങനെയാണ് സ്ഥൂല വസ്തുവാകുന്നത് എന്നൊക്കെ വിവരമില്ലാത്തവൻ ചിന്തിക്കും. അതാണ് അള്ളാഹ് പറഞ്ഞു, വമാ യഅഖിലുഹാ ഇല്ലൽ ആലിമൂൻ. ഈ പറഞ്ഞ മിസാലുകളെ ആലിമുകളല്ലാണ്ട് അറിയുകയില്ല. തുടർന്ന് അദ്ദേഹം പറയുന്നു, വലാ യദിരിൽ മിസ്കീനു. ഈ മിസ്കീൻ അറിയുന്നില്ല. ഈ പറഞ്ഞ കബിഷിന്റെ രൂപത്തിൽ മൗത്തിനെ കൊണ്ടുവരും എന്ന് പറഞ്ഞതിനെ ആക്ഷേപിച്ച ആ മിസ്കീൻ അവൻ അറിയുന്നില്ല. അന്നമൻ, ഒരാള്, കാല, അവൻ പറഞ്ഞു, റഅയ്തു ഫീ മനാമി, സ്വപ്നത്തിൽ ഞാൻ കണ്ടു, അന്നഹു ജി അബി കബിഷിൻ, ഒരു ആടിനെ കൊണ്ടുവരപ്പെടുന്നതായിട്ട്. വക്കീല, പറയപ്പെട്ടു സ്വപ്നത്തില്, അദാ ഹുവൽ ബലാഉ വബാഉ, ഇത് വബാ ആണ്, ഒരു നാട്ടിൽ വരാൻ പോകുന്ന മാരകമായ രോഗമാണ്. അല്ലദീ ഫിൽ ബലദി, നാട്ടിൽ വരുന്ന. മദുബിഹന്, അതിനെ അറുത്ത് കളയപ്പെട്ടു. ഇതാണ് കണ്ട സ്വപ്നം. അപ്പൊ ഫഖാലൽ മുഅബ്ബിറു, സ്വപ്നവ്യാഖ്യാതാവ് പറഞ്ഞു, സദഖ്ത, താങ്കൾ പറഞ്ഞ സത്യമാണ്. വൽ അംറു കമാ റഅയ്ത, കാര്യം താങ്കൾ കണ്ടതുപോലെയാണ്. ആ മാരക രോഗം വരാണ്ട് പോയി. വഹാദ, ഇത് യദുല്ലു, ഇത് അറിയിക്കുന്നു, അല അന്ന ഹാദൽ വബാ, ഈ മാരക രോഗം, യൻഖത്തിഉ, അത് മുറിഞ്ഞു പോയിരിക്കുന്നു, ഇനി വരത്തില്ല. വലാ യഊദു ഖത്ത്, ഇനി വരികയേയില്ല എന്ന് അറിയിക്കുന്നു ഈ സ്വപ്നം. കാരണം ലിഅന്നൽ മദ്ബൂഹ, അറുക്കപ്പെടുന്ന സാധനം, വഖഅൽ യഅ്സു മിന്നു, അത് പിന്നെ വരിക എന്നുള്ളത് നിരാശാജനകമാണ്, വരത്തില്ല. അതിനോടുള്ള നിരാശ ഉണ്ടായിരിക്കുന്നു. അറുത്ത് കളഞ്ഞ പിന്നെ തിരിച്ചു വരത്തില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ ഈ വബാ ഇനി തിരിച്ചു വരത്തില്ല എന്ന് വളരെ വ്യക്തമാണ്. ഇത്രയേ ഉള്ളൂ ഈ പറഞ്ഞ ഹദീസിന്റെ ഉദ്ദേശവും. ഫൈദൻ, അപ്പോ അൽ മുഅബ്ബിറു, വ്യാഖ്യാതാവ്, സാദിഖുൻ ഫി തസ്ദീഖിഹി, അയാൾ സദഖ്ത എന്ന് പറഞ്ഞതിൽ അയാൾ സാദിഖാണ്. മുഅബ്ബിർ പറഞ്ഞത് അയാൾ സത്യമാണ് പറഞ്ഞത്. ബഹുവ സാദിഖ്, ഇനി കണ്ടയാൾ സാദിഖാണ്. ഫി റുഅ്യത്ത്, അയാളുടെ കാഴ്ചയിൽ. അയാൾ മിസാലിനെയാണ് കണ്ടത്, ഇയാൾ അതിന്റെ മാനിയാണ് പറഞ്ഞു കൊടുത്തത്. തുടർന്ന് അദ്ദേഹം പറയുന്നു, ഹഖീഖത്തു ദാലിക, ഇതിന്റെ ഹഖീഖത്ത് മടങ്ങും. എന്തിലേക്ക് മടങ്ങും? ഇലാ അന്നൽ മുവക്കല ബിറുഅ്യ, സ്വപ്നവുമായി ഏൽപ്പിക്കപ്പെട്ട മലക്ക്. ബഹുവ, മലക്ക് ഏതാണ്? അല്ലദീ യത്തലിഉൽ അർവാഹ, അദ്ദേഹം റൂഹുകളെ കാണിച്ചു കൊടുക്കുന്ന ആളാണ്, റൂഹുകളെ വെളിവാക്കി കൊടുക്കുന്ന ആളാണ്.
ഇന്ദൻ നോമി ഉറങ്ങുന്ന അവസരത്തിൽ അലാമാഫിൽ ലൗഹുൽ മഹ്ഫൂദ് ലൗഹുൽ മഹ്ഫൂദിലുള്ള കാര്യങ്ങളുടെ മേൽ വെളിവാക്കി കൊടുക്കുന്നയാളാണ്. ഈ മലക്ക് ലൗഹുൽ മഹ്ഫൂദിലുള്ളതിനെ വെളിവാക്കി കൊടുക്കും സ്വപ്നത്തിലൂടെ. അറഫഹു അതിനെ ആ മലക്ക് ഇയാൾക്ക് അറിയിച്ചു കൊടുക്കും. ബിമാഫിൽ അയാൾക്ക് അതിനെ അറിയിച്ചു കൊടുക്കും. ബിമാഫിൽ ലൗഹുൽ മഹ്ഫൂദ് ലൗഹുൽ മഹ്ഫൂദിലുള്ള ഒന്നുകൊണ്ട് അറിയിച്ചു കൊടുക്കും. ബിമിസാലിൻ ലറബഹു ലഹു ഇയാൾക്ക് വേണ്ടി ഉപമിച്ച ഉപമ കൊണ്ട്, ആ ഉപമയാണ് സ്വപ്നത്തിൽ കാണുന്നത്. കാരണം അന്നൻ ന്യായ്മ ഉറങ്ങുന്നയാള് ഇന്നമാ യഹ്തമിലുൽ മിസാലിനെയാണ് അയാൾ വഹിക്കുന്നത്. മുഷാഹദ അല്ലല്ലോ, അത് ആലമുൽ മിസാലല്ലേ. ഫകാന മിസാലുഹു സാദിഖൻ അയാളുടെ ആ ഉപമ അത് മിസാല് സാദിഖായി. വകാന മഅനാഹു സഹീഹൻ അതിന്റെ മഅനയായ തഅബീർ സഹീഹുമായി. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഫർ റുസുലു ആയതിന് ഇപ്പം മുർസലുകളും അലൈഹിമുസ്സലാത്തു വസ്സലാം ഇന്നമാ യുകല്ലിമൂനൻ നാസ അവർ ജനങ്ങളോട് സംസാരിക്കുന്നത് ദുന്യാവിൽ വെച്ചാണ്. ദുന്യാവിൽ അവർ സംസാരിക്കും. വഹിയ ഈ ദുന്യാവ് ബിൽ ഇലാഫത്തിൽ ആഖിറത്തിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ നോമിന് ഒരു ജാതി ഉറക്കമാണ്. അപ്പോ ഫൈവസ്സിലൂനൽ മഹാനിയ മഅനകളെ അവർ എത്തിക്കും. ഈ പറയുന്ന മുർസലുകൾ നബിമാര് മഅനകളെ ആശയങ്ങളെ അവർ എത്തിക്കും. ഇലാ അഫ്ഹാമിഹിം ജനങ്ങളുടെ ഫഹമുകളിലേക്ക്. എങ്ങനെ? ബിൽ അംസിലത്തി മിസാലുകളെ കൊണ്ടാണ് എത്തിക്കുന്നത്. ജനങ്ങളോട് അവർ സംസാരിക്കുന്നതും മഅനകളെ എത്തിക്കുന്നതും എന്തുകൊണ്ടാണ്? ബിൽ അംസിലത്തി മിസാലുകളെ കൊണ്ടാണ്. ഇന്നമായുടെ മാന പൂർത്തിയാകുന്നത് ബിൽ അംസലത്തിയിലാണ്. ഹിക്മത്തൻ മിനല്ലാഹി അള്ളാഹു എന്നുള്ള ഹിക്മത്തായ നിലയിൽ വലുത്തുഫം ബി ഇബാദിഹി അള്ളാഹുവിന്റെ അടിമകളോടുള്ള അവന്റെ കാരുണ്യത്തിന്റെ പേരിലും ഇങ്ങനെ മിസാലിലൂടെ മനസ്സിലാവുള്ളൂ ജനങ്ങൾക്ക്. തൈസീറൻ ലി ഇദ്റാകി മാ യഅ്ജിസൂന അൻ ഇദ്റാകിഹി ദൂനൽ അർബിൽ മസലി ഉദാഹരണം കൊണ്ടല്ലാതെ മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ഒരു കാര്യം, ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ഒരു കാര്യം മനസ്സിലാക്കുന്നതിന് എളുപ്പം ചെയ്യുന്നതിന് വേണ്ടി മിസാലായിട്ട് പറയും. മിസാലായിട്ട് പറഞ്ഞാൽ അല്ലാതെ മനസ്സിലാകാത്ത കാര്യം, മനസ്സിലാകുന്നതിനത്തോട് അശക്തനായത് അവർക്ക് മിസാല കൊണ്ടേ മനസ്സിലാവുള്ളൂ. അങ്ങനെയുള്ള ഒന്നിനെ മനസ്സിലാക്കുന്നതിന് എളുപ്പം ചെയ്യുന്നതിന് വേണ്ടിയേ അവർ മിസാലായിട്ട് പറയും. അപ്പൊ കൗലുഹു നബിതങ്ങൾ സ്വല്ലല്ലാഹു ഈ കൗല് യുത്താബിൽ മൗത്തി ഫി സൂറത്ത് കബിഷിൻ അംലഹ നേരത്തെ വന്നതാണ്. നല്ലൊരു ഉഷാറായ ഒരു ആടിന്റെ കോലത്തിൽ മൗത്തിനെ കൊണ്ടുവരപ്പെടും എന്ന് പറഞ്ഞത് അത് മിസാലിന് ഒരു മിസാലാണ്. ലറബഹു നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ഉപമിച്ചു. ലിയൂസില ആ ഉപമ എത്തിക്കാൻ വേണ്ടി ഇലൽ അഫ്ഹാമി ഫഹമുകളിലേക്ക്. എന്തിനെ? ഹുസൂലൽ യഅ്സി മിനൽ മൗത്തി മരണത്തിൽ നിന്നുള്ള നിരാശയെ കരസ്ഥമാകുന്നതിന്. അതായത് ഇനി മരിക്കുക എന്നുള്ള പരിപാടി ഇല്ല എന്ന് പറഞ്ഞാൽ നരകത്തിൽ പോകുന്നയാൾ മരിച്ചിട്ട് തീരുന്നില്ല, അവൻ ഇങ്ങനെ ശാശ്വതമായി കഴിഞ്ഞു കൂടിക്കൊണ്ടിരിക്കും. മരിക്കുമെന്ന് ആഗ്രഹിക്കേണ്ട കാര്യമില്ല, അവൻ അതിൽ നിരാശനായി പോകും. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ആടിന്റെ കാര്യം പറഞ്ഞത്. വഖദ് ജുബില്ലത്തിൽ ഖുലൂബു കൽബുകൾ പ്രകൃതിയാക്കപ്പെട്ടു അല തഅസ്സുരി ബിൽ അംസലത്തി ഉദാഹരണങ്ങളെ കൊണ്ട് പ്രതിഫലനം ഉണ്ടാകുന്നതിന്റെ മേൽ. ഉദാഹരണത്തിലൂടെ മനുഷ്യന്റെ കൽബിൽ ഇൽമിയായ പ്രതിഫലനം ഉണ്ടാകും. അതാ മനുഷ്യന്റെ പ്രകൃതി. സുബൂത്തിൽ മഹാനി ഫിയ ആ ഉദാഹരണങ്ങളിൽ മാനകൾ സുബൂത്താകുന്നതിലും വിവാസിത്തത്തിഹ ആ കൽബുകളിൽ മാനകൾ പിന്നെ സുബൂത്താകുന്നതിലും വിവാസിത്തത്തിഹ ഉദാഹരണങ്ങളുടെ വാസിത്തിലൂടെ. അപ്പോ അങ്ങനെ അതാണ് മനുഷ്യന്റെ പ്രകൃതി, അങ്ങനെയാണ് ഉദാഹരണത്തിലൂടെയാണ് മനസ്സിലാകുന്നത്. ഒരു ഇക്കാരണത്താൽ അബ്ബർ അൽ ഖുർആാനു ഖുർആൻ വ്യവഹരിച്ചു ബി ഖൗലിഹി അള്ളാഹുവിന്റെ ഈ വാക്കുകൊണ്ട് കുൻ ഫയക്കൂൻ. അള്ളാഹു തആല കുൻ എന്ന് പറയുന്ന അർത്ഥത്തിലല്ല, അത് മിസാലാണ്. അത് പിന്നെ വിശുദ്ധ ഖുർആൻ വ്യവഹരിച്ച് എന്തിനെ കുറിച്ച്? അന്യഹായത്തിൽ കുദറത്തി അള്ളാഹുവിന്റെ അങ്ങേയറ്റത്ത് കുദറത്തിനെ കുറിച്ചാണ് വ്യവഹരിച്ചത് ഈ കുൻ ഫയക്കൂൻ എന്നുള്ളത് കൊണ്ട്. അബ്ബറ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങൾ വ്യവഹരിച്ചു ബി ഖൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് വാക്ക്? ഖൽബുൽ മുഅ്മിനി ബൈന ഇസ്ബഅൈനി മിൻ അസാബിഉർ റഹ്മാൻ. ഈ ഹദീസ് ഒരു മുഅ്മിനിന്റെ കൽബ് അള്ളാഹുവിന്റെ വിരലുകളിൽപ്പെട്ട രണ്ട് വിരലിന്റെ ഇടയിലാണ്. അവിടെ വിരലുണ്ടോ ഇല്ലെന്ന് ചിന്തിക്കുന്ന കാര്യമില്ല, മിസാലാണത്. ഇതുകൊണ്ട് വിശുദ്ധ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യവഹരിച്ചു അൻസുർഅത്തി തഖ്ലീബി കൽബ് പെട്ടെന്ന് മാറ്റൽ എളുപ്പം എന്നാണ്. നനച്ചിരിക്കാത്ത നേരത്താണ് ഒരു മനുഷ്യൻ മുഅ്മിൻ കാഫിറാകുന്നത്, കാഫിർ മുഅ്മിനാകുന്നത്. നല്ല യഖീനുള്ള ആൾക്ക് ശക്കുണ്ടാകുന്നത്. അള്ളാഹു നമ്മളെ കാത്തിരിച്ചിരിക്കട്ടെ. വഖദ് അശർനാ ഇലാ ഹിക്മത്തി ദാലിക ഇതിന്റെ ഹിക്മത്തൊക്കെ നമ്മൾ ഇശാറ ചെയ്തിട്ടുണ്ട്. ഈ കിതാബി ഖവാഇദുൽ അഖായിദ് മിൻ റുബുഉൽ ഇബാദാത്ത് 4 റുബുകളാണല്ലോ ഇഹ്യാഉൽ ഉലുമുദ്ദീൻ. അതിലെ റുബുഉൽ ഇബാദാത്തിൽപ്പെട്ട
ഖവാഇദുൽ അഖായിദ് എന്ന കിതാബ് നമ്മളത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ നമ്മളിത് വിശദീകരിക്കുന്നില്ല. ഫൽ നർജിഉൽ ആൻ, ഇപ്പൊ നമുക്ക് മടങ്ങിപ്പോകാം ഇലൽ ഗർലി, നമ്മുടെ ലക്ഷ്യത്തിലേക്ക്. ലക്ഷ്യം എന്തായിരുന്നു? തവസ്സുഉ ദറകാത്ത് പറഞ്ഞില്ലേ? തവസ്സുഉ കൈഫിയത്തി ബാബ് ബയാനി കൈഫിയത്തി തവസ്സുഉ ദറജാത്ത് എന്ന് പറഞ്ഞില്ല? അതാണ് ലക്ഷ്യം. നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് മടങ്ങാം. ഫൽ മഖ്സൂദു, ലക്ഷ്യം, ഉദ്ദേശ്യം, അന്ന തഅരീഫ തവസ്സുഉ ദറജാത്തി വദ്ദറകാത്തി അലൽ ഹസനാത്തി വസ്സയ്യിആത്തി, പിന്നെ ദറജത്തുകൾ സ്വർഗത്തിലേക്കുള്ള, ദറക്കത്തുകൾ നാശത്തിലേക്കുള്ള പടവുകൾ, അവകൾ ഓഹരിയാകുന്നതിനെ അറിയിക്കൽ. ഹസനത്തുകളും സയ്യിഅത്തുകളും അനുസരിച്ചാണ് അവകൾ ഓഹരിയാകുന്നത്, ഓരോ പടവുകൾ എത്തിക്കുന്നത് എന്ന് അറിയിക്കൽ. അത് ലാ യുംകിനു, സാധ്യമല്ല, ഇല്ലാ ബിൽ ദർബിൽ മിസാലി, ഉദാഹരണം പറയൽ കൊണ്ടല്ലാതെ. അതുകൊണ്ട് ഫൽ തഫ്ഹം, നീ മനസ്സിലാക്ക്, മിനൽ മസലില്ലദി നദ്രിബുഹു, നാം ഉപയോഗിക്കുന്ന ഉദാഹരണത്തിൽ നിന്ന് നീ മനസ്സിലാക്ക്, അതിന്റെ മകനെ. ലാ സൂറത്ത്, അതിന്റെ സൂറത്തിനെ അല്ല, അതിന്റെ കോലമല്ല, അതിന്റെ മകനെയാണ് മനസ്സിലാക്കേണ്ടത്. സ്വപ്നത്തിന്റെ കാര്യം പറഞ്ഞ പോലെ. ഫനഖൂൽ, അപ്പം നമ്മൾ പറയാം, അന്നാസു ഫിൽ ആഖിറത്തി, ആഖിറത്തിൽ ജനങ്ങൾ യൻഖസിമൂൻ, അവർ ഓഹരിയാകും, വിഭജിക്കും, അസ്നാഫിൻ, പല വിഭാഗങ്ങളായിട്ട്. തഫാവത്തു ദർജാത്ത്, അവരുടെ ദർജാത്തുകൾ ഏറ്റക്കുറിച്ചുള്ളതായിത്തീരും. ദറക്കാത്തും, അവരുടെ ശിക്ഷയുടെ പടവുകളും. ഫി സആദത്തി വശക്കാവത്തി, സആദത്തിന്റെ വിഷയത്തിലും ശക്കാവത്തിന്റെ വിഷയത്തിലും അവരുടെ ദർജത്തുകളും ദറക്കാത്തുകളും ഏറ്റക്കുറിച്ചിലുള്ളതാകും. തഫാവുത്തൻ, ഒരു ഏറ്റക്കുറിച്ചിൽ, ലാ യദ്ഖുലു തഹ്തൽ ഹസരി, ഹസറിന്റെ തഹത്തിൽ അത് പ്രവേശിക്കുകയില്ല. എത്രയാണ് ഏറ്റക്കുറിച്ചിലൊന്നും നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. കോടിക്കണക്കിന് മനുഷ്യരുണ്ടെങ്കിൽ കോടിക്കണക്കിന് ഏറ്റക്കുറിച്ചിലുണ്ടാകാം. കമാ തഫാവത്തു, ജനങ്ങൾ ഏറ്റക്കുറിച്ചിലുള്ളവരായതുപോലെ, ഫി സആദത്തി ദുന്യ, ദുന്യാവിന്റെയും ശക്കാവത്തി, അതിന്റെ ശക്കാവത്തിലും സആദത്തിലും ഏറ്റക്കുറിച്ചിലുള്ളതുപോലെ ആഖിറത്തിന്റെ വിഷയത്തിലും കോടിക്കണക്കിനായ, കണക്കാക്കാൻ പറ്റാത്ത വിധത്തിലുള്ള തഫാവത്ത് ഉണ്ടാകാം. വലാ തുഫാരിഖുൽ ആഖിറത്തു, ആഖിറം വിഭിന്നമാവുകയില്ല. ഫി ഹാദൽ മാന അസ്ലൻ, ഈ മാനയിൽ ഒട്ടും തന്നെ, ദുന്യാവ് പോലെ തന്നെ ആഖിറവും. അൽബത്ത, കാരണം ഫൈന മുദബ്ബിറൽ മുൽക്കി വൽ മലകൂത്തി, ബാഹ്യാധികാരത്തിന്റെയും ആന്തരികമായ അധികാരം, ആത്മീയാധികാരം, ഇത് രണ്ടിനെയും നിയന്ത്രിക്കുന്നവൻ വാഹിദുൻ, ഒരുത്തൻ തന്നെയാണ്. ലാ ശരീക ലഹു, ഒരു ശരീക്കുമില്ല. സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലാഹു. വസുന്നത്തുഹു സാദിറത്തു അൻ ഇറാദത്തിഹിൽ അസ്ലിയത്തി, അസ്ലിയായ അവന്റെ ഉദ്ദേശം, ആ ഉദ്ദേശത്തെ തൊട്ട് ഉണ്ടാകുന്ന അവന്റെ നടപടിക്രമം, അത് മുത്തരിദത്തുൻ, നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ലാ തബ്ദീല ലഹ, അതിനൊരു മാറ്റം ഉണ്ടാകത്തില്ല. അള്ളാഹുവിന്റെ നടപടിക്രമത്തിന് യാതൊരു മാറ്റവും ഉണ്ടാകത്തില്ല. പക്ഷെ ഈ ദർജാത്തുകൾ എത്രയെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധ്യമല്ല, ഇല്ല. പക്ഷേ നമ്മൾ അജസിന, നമ്മൾ അശക്തരാണെങ്കിൽ, ആഹാദി ദർജാത്തി, ദർജത്തുകളുടെ ആഹാദുകളെ, ഓരോ ദർജത്തുകൾ എണ്ണി മനസ്സിലാക്കുന്നതിനെ തൊട്ട് നമ്മൾ അശക്തനായാൽ, എന്നാലും ഫലാൻ അജിസ്, നമ്മൾ അശക്തനാവുകയില്ല. അജ്നാസി, വർഗങ്ങളെ പിന്നെ കണക്കാക്കുന്നതിനെ തൊട്ട്. അതായത് പിന്നെ ദർജത്തിന്റെ ഓരോ ദർജത്ത് കോടി കണക്കുള്ള ദർജത്തുകൾ ഓരോന്നായി മനസ്സിലാക്കാൻ നമുക്ക് സാധ്യമല്ലെങ്കിലും അതിന്റെ ജിൻസുകളെ മനസ്സിലാക്കാൻ കഴിയും. ഓരോ മനുഷ്യനെ ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. മനുഷ്യൻ പൊതുവെ ഇത്ര വർഗമാണെന്ന് പറയുമ്പോൾ അത് മനസ്സിലാവും. അതുപോലെയാണ് ഇവിടെ. അപ്പം നമ്മൾ പറയാം, അന്നാസു, ജനങ്ങൾ, യൻഖസിമൂന ഫിൽ ആഖിറത്തി, ആഖിറത്തിൽ ജനങ്ങൾ പിന്നെ വിഭജിക്കും, നിർബന്ധമായും ഇലാ അർബഅത്തി അഖ്സാമിൻ, 4 വിഭാഗമാണ്, 4 ജാതി, 4 ജിൻസുകൾ നടത്തും. ഹാലിക്കീന, നശിച്ചവര്, മുഅദ്ദബീന, ശിക്ഷിക്കപ്പെടുന്നവര്, വനാജീന, രക്ഷപ്പെട്ടു പോകുന്നവര്, ഫായിസീന, വിജയികള്. 4ആയിട്ട് തിരിക്കാം. അപ്പൊ മിസാലു ഫി ദുന്യാബിൽ ഇതിന്റെ ഉപമ ഇസ്തൗല മരിക്കും മിനൽ മുലൂക്കി, രാജാക്കന്മാരിൽപ്പെട്ട ഒരു രാജാവ് വന്ന് കീഴടക്കുന്നു, അലാ യഖ്ലീമിൻ, ഒരു നാടിനെ. അങ്ങനെ ഫയഖ്തുലു ബഅദഹും, ആ നാട്ടുകാരുടെ ചിലരെ അയാൾ കൊല്ലുന്നു. ഫഹുമുൽ ഹാരിഖൂൻ, ആ കൊല്ലപ്പെട്ടവർ നശിച്ചു പോയവരാണ്. വയുഅദ്ദിബു ബഅദ, അവരുടെ ബഅദിനെ അയാൾ ശിക്ഷിക്കുന്നു മുദ്ദത്തിന്, കുറെ കാലം. വലാ യഖ്തുലു, അവരെ കൊല്ലുന്നില്ല, ശിക്ഷിക്കുന്നു. ഫഹുമുൽ മുഅദ്ദബൂൻ, അവര് ശിക്ഷിക്കപ്പെടുന്നവരാണ്. അവരെ മുഅദ്ദബ് എന്ന് പറയും, ശിക്ഷിക്കപ്പെടുന്നവർ. വയുഖ്ലി ബഅദ, അവരുടെ ചിലരെ അയാൾ വെറുതെ വിടുന്നു. ഫഹുമുൻ നാജൂൻ, അവരാണ് രക്ഷപ്പെട്ടവർ. വയഖ്ലഉ അലാ ബഅദിഹിം, ബഅദിന് അയാള് പിന്നെ അധികാരത്തിന്റെ വസ്ത്രങ്ങൾ
പുടവകൾ ധരിപ്പിക്കുന്നു, ഫഹുമുൽ ഫായിസുൻ, അവരാണ് വിജയികൾ. ഇങ്ങനെ 4 വരും. വൈങ്കാനൽ മലിക്കു ആദിലൻ, ഇപ്പൊ രാജാവ് ഈ കീഴടക്കിയ രാജാവ് നീതിമാനാണെങ്കിൽ ലം യഖ്സംഹും, ജനങ്ങളെ അയാൾ കഥാനക്ക് ഇപ്രകാരം മോഹരി ചെയ്തില്ല, ഇല്ലാ ബിസ്തിഹ്ഖാഖിൻ, ഓരോരുടെയും അർഹത കൊണ്ടല്ലാതെ. ശിക്ഷയ്ക്ക് അർഹതയായവർ ശിക്ഷിക്കും, നശിപ്പിക്കുന്നതിന് അർഹതയായവർ നശിപ്പിക്കും, അങ്ങനെയാണ്. ഫലാ യഖ്തുലു, അയാൾ കൊല്ലത്തില്ല, ഇല്ലാ ജാഹിദൻ, നിഷേധിയെ അല്ലാതെ. കാരണം ബിസ്തിഹ്ഖാഖിഹി, അയാള് ആ കൊലയ്ക്ക് അർഹമായതിനു വേണ്ടി, അയാൾ അർഹമാണെന്ന് കരുതിയതിനു വേണ്ടി അൽ മരിക്കു, രാജാവ് ഈ കൊലയ്ക്ക്, ഇയാൾക്ക് കൊലയ്ക്ക് ഈ ജാഹിദിന്റെ ഫലായക്കുത്തുലു, ഈ രാജാവ് കൊല്ലുകയില്ല, ഇല്ലാ ജാഹിദൻ, ജാഹിദിനെ അല്ലാതെ കൊല്ലുകയില്ല, നിഷേധിയെ അല്ലാണ്ട് കൊല്ലുകയില്ല. കാരണം എന്തിനാ കൊല്ലുന്ന? ലിസ്തിഹ്ഖാഖിൽ മലിക്കി, രാജാവ് ഈ കൊല ചെയ്യൽ അർഹമാണെന്ന് കണക്കാക്കിയതിന് വേണ്ടി. ആരെ? മുആരിദൻ ലഹു, അയാളോട് മത്സരിക്കുന്നയാളെ കൊല്ലൽ അർഹമാണ്, കൊലയ്ക്ക് അർഹരാണെന്ന് രാജാവ് മനസ്സിലാക്കിയതിന് വേണ്ടി അല്ലാതെ. ഈ അസ്ലി ദൗലത്ത്, അയാളുടെ അസൽ ഭരണത്തിൽ അയാളോട് മത്സരിക്കുന്ന ആളെ കൊല്ലൽ കൊലയ്ക്ക് അർഹനാണെന്ന് രാജാവ് മനസ്സിലാക്കിയതിന്റെ പേരിലാണ് അയാളെ കൊല്ലുന്നത്. വലാ യുഅദ്ദിബു, രാജാവ് ശിക്ഷിക്കുകയില്ല, ഇല്ലാമൻ, ഒരാളെ അല്ലാതെ, ഖസറ, അയാൾ വീഴ്ച വരുത്തി, ഫീ ഖിദ്മത്തിഹി, രാജാവിനോടുള്ള ഖിദ്മത്തിൽ വീഴ്ച വരുത്തിയ ആള്, അങ്ങനെ വീഴ്ച വരുത്തിയ ആളെ അല്ലാതെ കൊല്ലുകയില്ല. മഅൽ ഇഅ്തിറാഫി ബിമുൽക്കിഹി, അയാളുടെ അധികാരത്തിന് അംഗീകരിക്കുന്നതോടുകൂടെ, ഇയാൾ അധികാരം അംഗീകരിക്കുന്നുണ്ട് രാജാവിന്റെ, പക്ഷെ രാജാവിന്റെ ഖിദ്മത്ത് ചെയ്യുന്നതിൽ വീഴ്ച വരുത്തി, അങ്ങനത്തെ ആളെ ശിക്ഷിക്കും. ഉലുവ്വി ദറജതിഹി, രാജാവിന്റെ ഉന്നതമായ പദവിയെ അയാൾ അംഗീകരിക്കുന്നുണ്ട്, പക്ഷെ അയാൾ ഖിദ്മത്തിൽ വീഴ്ച വരുത്തി, അപ്പൊ ശിക്ഷിക്കും. വലാ യുഖ്ലി, അയാളെ ഒഴിവാക്കി വിടുകയില്ല ശിക്ഷിക്കാതെ, ഇല്ലാ മുഖത്തരിഫൻ ലഹു, രാജാവിനെ അംഗീകരിക്കുന്ന ആളെ അല്ലാതെ, ബിറുത്തുബത്തിൽ മരിക്കി, രാജാവിന്റെ റുത്തുബയെ, പദവി കൊണ്ട് രാജാവിനെ അംഗീകരിക്കുന്ന ആളല്ലാതെ. രാജാവിന്റെ പദവി അംഗീകരിക്കുന്നു, ലാക്കിന്നോ ലം യഖ്സുർ, അയാൾ വീഴ്ചയൊന്നും വരുത്തിയില്ല, ഇയാളെ ശിക്ഷിക്കപ്പെടുന്നതിന് അയാൾ വീഴ്ച വരുത്തിയില്ല. വലം യഖ്ദ, അയാൾ ഖിദ്മത്തും ചെയ്തില്ല. അയാൾക്ക് പുടവയിടപ്പെടുന്നതിന് അയാൾ അംഗീകരിച്ചു പരിപൂർണമായും രാജാവിനെ, പക്ഷെ അയാളുടെ ജീവിതത്തിൽ വീഴ്ചയൊന്നും വരുത്തിയില്ല, അപ്പൊ ശിക്ഷിക്കത്തില്ല. അയാൾക്ക് പുടവ നൽകി മാനിക്കാനുള്ള രൂപത്തിലുള്ള ഖിദ്മത്തും അയാൾ ചെയ്തില്ല, അപ്പൊ പിന്നെ അങ്ങനെയുള്ള ആളെ വെറുതെ വിടും. വലായഹ്ലോ, പുടവ നൽകി അനുഗ്രഹിക്കുകയും പിന്നെ ആശീർവദിക്കുകയില്ല, ഇല്ലാ അലാമൻ, ഒരാളുടെ മേലല്ലാതെ. എങ്ങനത്തെ ആള്? അബില ഉംറഹു, അയാളുടെ ജീവിതം മുഴുവൻ അയാള് മാറ്റിവെച്ചു, ചെലവഴിച്ചു, ഫിൽ ഖിദ്മത്ത്, രാജാവിനുള്ള ഖിദ്മത്തിൽ, വന്നുസ്രത്ത്, സഹായത്തിനും, അയാൾക്കാണ് പുടവ നൽകി സഹായിക്കുന്നത്. അപ്പൊ ഇതാണ് പിന്നെ ദുന്യാവിന്റെ ഉദാഹരണം വെച്ച് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഈ പറഞ്ഞ 4 പടവുകളുണ്ടെന്ന് പറഞ്ഞില്ല ആഖിറത്തിൽ, അതിന്റെ സുമ്മ എമ്പകി, പിന്നീട് അത്യാവശ്യമാകും, അൻ തക്കൂന ഖുലഉൽ ഫായിസീന, ഫായിസുകളുടെ പുടവകൾ ആകൽ അത്യാവശ്യമാകും, മുത്തഫാവിത്തിൻ, വ്യത്യസ്തമാകണം, മുത്തഫാവിത്തത്ത് ദർജാത്തി, ഒരേ രീതിയിലുള്ള പുടവകൾ ആയിരിക്കത്തില്ല. കോട്ടൻ്റെ ഉണ്ടാവാം, ടെറിക്കോട്ടൻ്റെ ഉണ്ടാവാം, പോളിസ്റ്ററിൻ്റെ ഉണ്ടാവാം, പട്ടിൻ്റെ ഉണ്ടാവാം. ദർജാത്തുകൾ വ്യത്യസ്തമായിരിക്കും. ബി ഹസ്ബി ദർജാത്തിയും ഫിൽ ഖിദ്മത്തി, ഖിദ്മത്തിലുള്ള അവരുടെ ദർജാത്തിന്റെ വ്യത്യസ്തത അനുസരിച്ച്. ജോലിക്കാരുടെ എല്ലാം വസ്ത്രം ഒരേ വസ്ത്രമല്ലല്ലോ, പോലീസുകാരുടെ വസ്ത്രമല്ലല്ലോ പിന്നെ ഡോക്ടർമാർക്കുള്ളത്, ഡോക്ടർമാരുടെ വസ്ത്രമല്ലല്ലോ പഞ്ചായത്തിന്റെ ക്ലീനർമാർക്കുള്ളത്, വ്യത്യാസമുണ്ട് എന്നതുപോലെ. ഖിദ്മത്തിലും ഇഹ്ലാക്കുൽ ഹാലിക്കീന, ഹാലിക്കുകളെ നശിപ്പിക്കൽ, നശിച്ചവരെ നശിപ്പിക്കൽ, ഇമ്മാ തഹ്കീക്കൻ, ഒന്നുകിൽ ഉറപ്പായിട്ട് നശിപ്പിക്കും, ബി ജസ്സിൽ റക്കബത്തി, പെരടി വെട്ടൽ കൊണ്ട്, ഔ തൻകീലൻ, അല്ലെങ്കിൽ ശിക്ഷയായിട്ട് കൊടുക്കും, ബിൽ മുസ്രത്തി, മുസ്രത്ത് കൊണ്ട് അയാൾക്ക് ചെറിയ മാറ്റം വരുത്തും, കോലം മറിക്കൽ പോലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കും. ബി ഹസ്ബി ദർജാത്തിഹിം, അവരുടെ ദർജ അനുസരിച്ച്, ഫിൽ മുആനദത്തി, മത്സരത്തിൽ, രാജാവിനോടുള്ള മത്സരത്തിൽ അവരുടെ ദർജ അനുസരിച്ചായിരിക്കും അവർക്ക് ചെയ്യുന്നത്, ശിക്ഷ കൊടുക്കുന്നത്, നശിപ്പിക്കുന്നതുമല്ല. അങ്ങനെയായിരിക്കും. തലവെട്ടി കൊല്ലലും ഉണ്ടാവും, മുസ്രത്തായിട്ട് പിന്നെ പിച്ചി ചീന്തപ്പെടുന്നതും ഉണ്ടാകും.
ഇത് ചീന്തപ്പെടുന്നത് അത്തരം തെറ്റുകൾ ചെയ്തയാളെ ആയിരിക്കും. തഅദീബുൽ മുഅദ്ദബീന, പിന്നെ മുഅദ്ദബുകളെ ശിക്ഷിക്കൽ ഫിൽ ഖിഫത്തി വ ശിദ്ദത്തി, ഖിഫത്തിലും ശിദ്ദത്തിലും തൂലിൽ മുദ്ദത്തി വ ഖസ്രിഹ, മുദ്ദത്തിന്റെ തൂലിലും മുദ്ദത്തിന്റെ ഖസ്റിലും. തഅദീബുൽ മുഅദ്ദബീന, ശിക്ഷിക്കപ്പെട്ട ആൾക്കാരെ ശിക്ഷിക്കൽ ഫിൽ ഖിഫത്തി, ഖിഫത്തിന്റെ വിഷയത്തിലും ലഘുവായ ശിക്ഷിക്കൽ, വശിദ്ധത്തി കാഠിന്യതയുടെ വിഷയത്തിലും, തൂലിൽ മുദ്ദത്തി കുറെ കാലം ശിക്ഷിക്കുക, കസിരിയ കുറഞ്ഞ കാലം ശിക്ഷിക്കുക, വത്തിഹാദി അൻവാഹ ശിക്ഷയുടെ നൗകൾ ഒരേ രൂപത്തിലാകുക, വഖ്തിലാഫി അത് വ്യത്യസ്തമാകുക. ഇതെല്ലാം ബിഹസ്ബി ദർജാത്തി തഖ്സീരിഹിം, അവർ കാണിച്ച വീഴ്ചയുടെ ദർജ അനുസരിച്ചാണ്. അപ്പൊ തുഖ്സമു കുല്ലു റുത്ബത്തി മിൻ ഹാദിഹി റുത്തബി, ഈ റുത്തുബകളിൽപ്പെട്ട ഓരോന്നും വിഭജിക്കപ്പെടും ഇലാ ദർജാത്തും, വിവിധ ദർജകളിലേക്ക്. ലാ തുഹ്സ, കണക്കാക്കപ്പെടുകയില്ല. മനുഷ്യനുണ്ടാകുന്ന ശിക്ഷകൾ അത് ഓരോരുത്തർക്കും ഓരോ രൂപത്തിലായിരിക്കും, അത് കണക്കാക്കപ്പെടുകയില്ല. വലാ തൻഹസ്റു, പരിമിതപ്പെടുകയുമില്ല. വഫ്ഫകദാലിക, ഇപ്രകാരം ഫഫ്ഹം, നീ മനസ്സിലാക്ക്, അന്നനാസ്, ജനങ്ങൾ ഫിൽ ആഖിറത്തി, ആഖിറത്തിന്റെ വിഷയത്തിലും ഹാക്കദ, ഇപ്രകാരം യതഫാവതൂന, അവര് വ്യത്യസ്തരായിരിക്കും, ഏറ്റക്കുറിച്ചിലുള്ളവരായിരിക്കും. ഫമിൻ ഹാരിക്കിൻ, നശിക്കുന്നവരുണ്ടാകും ആഖിറത്തിൽ. വമിൻ മുഅദ്ദബിൻ, മുതൽ കുറെ കാലം ശിക്ഷിക്കപ്പെടുന്നവരുണ്ടാകും. വമിൻ നാജിൻ, രക്ഷപ്പെടുന്നവരുണ്ടാവും. എങ്ങനെ? യഹുല്ലു ഫി ദാരി സലാമത്തി, രക്ഷയുടെ ഭവനത്തിൽ അയാൾ പ്രവേശിക്കും. വമിൻ ഫായിസിൻ, വിജയും ഉണ്ടാവും. വൽ ഫായിസുൻ, ഈ ഫായിസുകൾ തന്നെ യൻഖസിമൂന, അവര് വിഭജിക്കും. ഇലാമൻ, ഒരു വിഭാഗമായിട്ട്. യഹുല്ലൂന, അവര് ഇറങ്ങും. ഫി ജന്നാത്ത് അദിൻ ഔ ജന്നാത്തുൽ മഅവ, ജന്നാത്തുൽ അദിനിൽ ഇറങ്ങുന്നവരുണ്ട്, ജന്നത്തുൽ മഅവയിൽ ഇറങ്ങുന്നവരുണ്ട്, ജന്നാത്തുൽ ഫിർദൗസിൽ ഇറങ്ങുന്നവരുണ്ട്. അങ്ങനെ പല വിഭാഗമുണ്ട്. ആ വിഭാഗത്തിൽ സാധുക്കളായ നമ്മളെ അവന്റെ മഹത്തായ കാരണം കൊണ്ട് അല്ലാഹു തആല എത്തിക്കുമാറാകട്ടെ. വൽ മുഅദ്ദബൂന, ശിക്ഷിക്കപ്പെടുന്നവർ യൻഖസിമൂന, അവരും വിഭജിക്കും. ഇലാമൻ യുഅദ്ദബു ഖലീലൻ, അല്പം ശിക്ഷിക്കുന്നവരായിട്ട്. ഇലാമൻ യുഅദ്ദബു അൽഫസന, 1000 വർഷം ശിക്ഷിക്കുന്നവർ. ലാ സബഅത്തി ആലാഫി സന, 7000 വർഷം ശിക്ഷിക്കുന്നവർ. അതായിരിക്കും ഇപ്പറഞ്ഞത്, ലാസ്റ്റ് പറഞ്ഞത് ആഖിറുമൻ യഖ്റുജു മിനൻ നാർ, നരകത്തിൽ നിന്ന് അവസാനം പുറപ്പെടുന്ന ആളാണ് ഒരുപാട് ശിക്ഷിക്കപ്പെടുന്നത്. കമാ വർദ ഫിൽ ഖബരി, ഹദീസിൽ വന്നതുപോലെ. കദാലിക, ഇപ്രകാരം തന്നെ അൽ ഹാലിക്കുന, ഹാലിക്കുകൾ ആരായിരിക്കും? അൽ ആയിസൂന മിർ റഹ്മത്തില്ലാ, അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്നും നിരാശരായിരിക്കും, ഒരിക്കലും രക്ഷ ഉണ്ടാകത്തില്ല. തഫാവത്തു ദറകാത്തും, അവരുടെയും ആ നാശത്തിന്റെ പടവുകൾ വ്യത്യസ്തമാകും. വഹാദിഹി ദർജാത്തു, അപ്പൊ ഈ ദർജകൾ ബിഹസ്ബി ഇഖ്തിലാഫി താഅത്തി, ഈ പറഞ്ഞ പടവുകൾ ഈ താഅത്തുകളുടെയും വൽ മആസി, പാപങ്ങളുടെയും ഇഖ്തിലാഫ് അനുസരിച്ചാണ്. അപ്പൊ ഫൽ നദ്കുർ കൈഫിയത തവസ്സുഹ അലൈഹ, നമുക്ക് പറയാം ഇവകൾ ഓഹരിയാകുന്ന എങ്ങനെയാണെന്ന്. ഈ ഹസനത്തുകളുടെ മേലും ദർജകളുടെ മേലും ഈ പറയപ്പെടുന്ന ശിക്ഷകൾ, അതുപോലെ രക്ഷകൾ ഓഹരി ആകുന്ന എങ്ങനെയാണെന്ന് നമുക്ക് പറയാം. ഇൻഷാ അല്ലാഹ്. അല്ലാഹു കേൾക്കാൻ തൗഫീഖ് ചെയ്യട്ടെ.